നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ജയറാം. നടി പാർവതിയുമായുള്ള പ്രണയവും വിവാഹവുമെല്ലാം പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് മക്കൾക്കൊപ്പം സുഖജീവിതം നയിക്കുകയാണ് ഇരുവരും. പാർവതി സിനിമകളിലൊന്നും സജീവമല്ലെങ്കിലും ജയറാം സിനിമകളിലെല്ലാം സജീവമാണ്. പത്മരാജന്റെ അപരൻ എന്ന സിനിമയിലൂടെയാണ് ജയറാം സിനിമയിലേക്ക് എത്തുന്നത്. ഏറെ നാളുകളായി മലയാള സിനിമാ രംഗത്ത് നിന്നും മാറി നിന്നിരുന്ന നടൻ മിഥുൻ മാനുവൽ ചിത്രത്തിലൂടെ ശക്തമായ തിരിച്ചുവരവ് നടത്തുകയാണ് ജയറാം. എന്നാൽ ഇപ്പോൾ റെഡ് എഫ്എമ്മുമായുള്ള അഭിമുഖത്തിൽ നടൻ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത്. കരിയറിലെ തന്റെ സുവർണ കാലത്തെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് താരം. സമ്മർ ഇൻ ബെത്ലഹേമിലെ കാസ്റ്റിംഗിൽ വന്ന മാറ്റത്തെക്കുറിച്ച് ജയറാം സംസാരിച്ചു. സിനിമ ആദ്യം എന്നെയും പ്രഭുവിനെയും വെച്ച് തമിഴിൽ ചെയ്യാനിരുന്നതാണ്. സുരേഷ് ഗോപിയുടെ വേഷമായിരുന്നു പ്രഭുവിന്. ഷൂട്ടിംഗ് തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞു. പാട്ട് ഷൂട്ട് ചെയ്തു. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് മുൻപോട്ട് പോകാൻ പറ്റാതായപ്പോൾ ഷൂട്ടിംഗ് നിർത്തേണ്ടി വന്നു. ഇത് നമുക്ക് പെട്ടെന്ന് മലയാളത്തിൽ ചെയ്താലോ, എങ്ങനെയിരിക്കുമെന്ന് സിബി ചോദിച്ചു. അങ്ങനെ മലയാളത്തിൽ ചെയ്യാൻ തീരുമാനിച്ചു. സുരേഷ് ഗോപി ചെയ്ത വേഷം ഞാനും എൻ്റെ വേഷം ബിജു മേനോനും നൽകാനായിരുന്നു തീരുമാനം. അപ്പോൾ ഞാൻ ചാടി വീണു. എനിക്ക് ഈ വേഷം മതിയെന്ന് പറഞ്ഞു. അതാണ് പ്രധാനമെന്ന് പറഞ്ഞെങ്കിലും ഈ വേഷം മതിയെന്ന് ഞാൻ. എൻ്റെ പ്രധാന ഉദ്ദേശങ്ങളിലൊന്ന് 5 പെൺകുട്ടികളുടെ കൂടെയുള്ള പാട്ടായിരുന്നു. അതെൻ്റെ കയ്യിൽ നിന്ന് പോകും. അങ്ങനെ സുരേഷ് ഏട്ടനോട് ചോദിക്കുകയും അദ്ദേഹം അത് സ്വീകരിക്കുകയും ചെയ്തു എന്നും താരം പറഞ്ഞു. അങ്ങനെ 5 പെൺകുട്ടികളുമായുള്ള പാട്ട് റെക്കോർഡ് ചെയ്ത് ആദ്യം കേട്ടപ്പോൾ തന്നെ ഈ പാട്ട് ഹിറ്റാകുമെന്ന് അറിയാമായിരുന്നു. കൺഫ്യൂഷൻ തീർക്കണമേ എന്ന ഈ ഗാനരംഗത്തിന്റെ അവസാന ഭാഗം സിനിമയിൽ കാണുന്നത് പോലെ ആയിരുന്നില്ലെന്നും ജയറാം പറഞ്ഞു. പെൺകുട്ടികൾ ഓരോരുത്തരുമായി എൻ്റെ വസ്ത്രങ്ങൾ അഴിക്കും. അവസാനം അണ്ടർവെയറിന്റെ വള്ളി മഞ്ജു വന്നഴിക്കും. പിന്നെ അത് വേണ്ടെന്ന് വെച്ചു. തന്നെ പൊക്കിക്കൊണ്ട് പോകുന്നതാക്കി സീൻ മാറ്റിയെന്നും ജയറാം വ്യക്തമാക്കി. തന്റെ കുടുംബവിശേഷങ്ങളും ജയറാം അഭിമുഖത്തിൽ പങ്കുവെക്കുന്നുണ്ട്. മക്കൾ രണ്ടുപേരും വിവാഹിതരാകാൻ പോകുന്നതിനെ കുറിച്ചും ജയറാം സംസാരിച്ചു. മക്കൾക്ക് വേണ്ടിയാണ് ഇത്രയും കാലം ജീവിച്ചത്. രണ്ടുപേരുടെയും കല്യാണമായി. ഇനി വേണം ഞങ്ങൾക്ക് രണ്ടാമത് പ്രണയിക്കാൻ. ആദ്യത്തെ പ്രണയം കഴിഞ്ഞ് 50 വയസ്സ് കഴിഞ്ഞ് ഒരു പ്രണയമുണ്ട് എന്ന് ജയറാം പറയുന്നു. പിള്ളേരെ രണ്ടുപേരും കല്യാണം കഴിഞ്ഞ് പോയിട്ട് വേണം അത് തുടങ്ങാനെന്നും ജയറാം തമാശയോടെ പറഞ്ഞു. അടുത്തിടെയാണ് ജയറാമിന്റെ മക്കളായ കാളിദാസിന്റെയും മാളവികയുടെയും വിവാഹ നിശ്ചയം കഴിഞ്ഞത്. മോഡലായ തരുണിയെയാണ് കാളിദാസ് വിവാഹം ചെയ്യുന്നത്. നവനീത് എന്നാണ് മാളവികയുടെ വരന്റെ പേര്. വിവാഹ നിശ്ചയത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അതേസമയം ജയറാം ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് എബ്രഹാം ഓസ്ലർ. തുടരെ പരാജയ സിനിമകൾ വന്നതോടെയാണ് മാറി നിൽക്കാൻ നടൻ തീരുമാനിക്കുന്നത്. ജയറാമിന് ഒരു തിരിച്ചുവരവ് സാധ്യമല്ലെന്ന് പലരും വിധി എഴുതി. എന്നാൽ ജയറാം സിനിമകളുടെ പ്രേക്ഷകർക്ക് നടനോടുള്ള ആരാധനയ്ക്ക് അന്നും ഇന്നും മാറ്റം വന്നിട്ടില്ല. ഒരു കാലത്ത് അത്രമാത്രം ഹിറ്റ് സിനിമകളിൽ ജയറാം നായകനായി എത്തിയിട്ടുണ്ട്. എബ്രഹാം ഓസ്ലറിലൂടെ ശക്തമായ തിരിച്ചുവരവ് തന്നെയായിരിക്കും നടന്റേത് എന്നാണ് ആരാധകർ പറയുന്നത്. ദുരൂഹതകളും സസ്പെൻസ് നിറഞ്ഞ മെഡിക്കൽ ത്രില്ലർ ജേണറിലാണ് ചിത്രം ഒരുങ്ങുന്നത്. എബ്രഹാം ഓസ്ലർ എന്ന പോലീസ് ഉദ്യോഗസ്ഥനായാണ് ജയറാം ചിത്രത്തിലെത്തുന്നത്. താരത്തിന്റെ കരിയറിലെ വ്യത്യസ്തമായൊരു കഥാപാത്രമായിരിക്കും ഇതെന്നാണ് അണിയറ പ്രവർത്തകർ പറയുന്നത്. അർജുൻ അശോകൻ, സൈജു കുറുപ്പ്, ജഗദീഷ്, ദിലീഷ് പോത്തൻ, അനശ്വര രാജൻ, ദർശന നായർ, സെന്തിൽ കൃഷ്ണ, അർജുൻ നന്ദകുമാർ, അസീം ജമാൽ, ആര്യ സലീം എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ. ഡോക്ടർ രൺധീർ കൃഷ്ണന്റേതാണ് തിരക്കഥ. സംഗീതം മിഥുൻ മുകുന്ദ്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.